മാർക്കറ്റിൻ്റെ കൂടുതലൊരു എക്സ്പേർട്ട് ഒപ്പീനിയനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹാർനസ് ഫിനിൽ നിന്നുള്ള ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്രൻ CV സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് സാർ, നമുക്ക് ആദ്യം എന്തായാലും നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 1% മുകളിൽ, കറക്റ്റ് പറയുമ്പോൾ ഏകദേശം 1.4% ഒരു നേട്ടം നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 24,983 എന്നൊരു നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ് നിഫ്റ്റി 50യിൽ? ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകളും ഏതൊക്കെയാണ്? വിഷ്ണു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ബയാസ്, ബട്ട് കോൺഷ്യസ് നോട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമ്മളെ ഫണ്ടമെന്റൽസ് വ്യൂസ് എല്ലാം തന്നെ ആയിരുന്നു. ബട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ബാങ്ക് നിഫ്റ്റി വളരെയധികം പോസിറ്റീവ് ഒരു ബയാസിൽ നിൽക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും അത് ജമ്പ് ചെയ്യാം. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയാണെന്ന് സംഭവിച്ചത്. ബട്ട് അത് ഒരു ഒക്കറൻസ് വന്നതുകൊണ്ട് മാത്രമാണ്, അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ന്യൂസ് വന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ബട്ട് അതേസമയം തന്നെ നമ്മുടെ ഈ പോസിറ്റീവ് ബയാസ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇതിൽ നമുക്ക് ആൾറെഡി വന്ന ന്യൂസുകളൊക്കെ GSTയുടെ തന്നെ ആയിരുന്നാലും ബാക്കിയുള്ള എക്സ്റ്റേണൽ ഇതൊക്കെ ആയിരുന്നാലും ഈ പോസിറ്റീവ്നെസ് ഒരു പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത്. ഞാൻ പറയുന്നത് ഇനി കൂടുതൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ 25,000 അത് റീഗെയിൻ ചെയ്തിരുന്നു. ഈ 25,240 എന്ന് പറയുന്ന മൈനർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. അതാണ് അടുത്തൊരു റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അതിന് ശേഷം തന്നെ എനിക്ക് തോന്നുന്നു വളരെയധികം പോസിറ്റീവ് ആയതുകൊണ്ട് പുതിയ ഹൈയിലേക്കൊക്കെ തന്നെ മാർക്കറ്റ് അടുത്ത ട്രേഡിംഗ് വീക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ബയാസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നിൽക്കുക. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ മൈനർ റെസിസ്റ്റൻസ് പോയിന്റ് ഒന്ന് വാച്ച് ചെയ്യുക. അതിനപ്പുറം അതൊരു റെസ്റ്റിംഗ് പോയിന്റ് ആയിരിക്കും. ചെറിയ ഡൗൺഫോൾ പ്രോഫിറ്റ് ബുക്ക് വരികയാണെങ്കിൽ വീണ്ടും റീട്രേഡ് ബൈ അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് തന്നെ ആയിരിക്കും വരാനുള്ള സാധ്യത. പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മുടെ നിഫ്റ്റിയിലും. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇനിയും പുതിയ ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് ആൾറെഡി നമ്മളെ സുരജിയൊക്കെ പറഞ്ഞു, ഫുള്ളി ഡൊമസ്റ്റിക് ഓറിയന്റഡ് ബിസിനസ് ആണ് ഇവര്. അപ്പൊ അവരെയൊന്നും വലിയ താരിഫ് ബാധിക്കില്ല എന്നൊക്കെ ആൾറെഡി കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പോസിറ്റീവ് തന്നെയാണ്. 57,000ലേക്ക് വീണ്ടും വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുകൂലമായി തന്നെയാണ് ഉള്ളതെന്ന്. എന്തായാലും ഒരു ടെക്നിക്കൽ ലെവൽസ് നോക്കുമ്പോൾ ഏതൊക്കെ ലെവലുകളാണ് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ? ഓക്കെ, നമ്മൾ 56,000 ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഇമ്മീഡിയറ്റ് വരാനായിട്ട് ഉള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞു 57,000 എബോ നല്ലൊരു ക്ലോസിംഗ് വരണമെന്ന്. അത് തന്നെയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 2 വീക്സ് 3 വീക്സിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ അതേ റെസിസ്റ്റൻസ് പോയിന്റ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതൊരു ഇമ്പൾസീവ് ആണ്. അതിന്റെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നതിന് ശേഷം വീണ്ടും അത് തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇമീഡിയറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ അത് ഒരു നെക്സ്റ്റ് ഡേയ്സിൽ പറയുകയാണെങ്കിൽ 56,800 എന്നൊക്കെ പറയുന്ന ഒരു ലെവല് വളരെയധികം ക്രൂഷ്യലായിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ ക്ലോസിംഗ് കിട്ടുകയാണെങ്കിലാണ് നല്ലൊരു പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു 56,800 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് നമ്മൾ ഇമീഡിയറ്റ് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ട് സോണിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് വന്നത് കൊണ്ടാണ് 55,500 ആ ലെവലിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കറക്റ്റീവ് ആക്ഷൻസ് നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. യെസ് സാർ, നമുക്കിനി ഒരു സെക്ടർ വൈസ് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു സെക്ടറൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സെക്ടറായി മാറിയിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോയാണ്. നമ്മൾ നിലവിൽ നോക്കുമ്പോൾ 25,200 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4.49% ഒരു നേട്ടം കാണുന്നുണ്ട്. മാത്രമല്ല ഇതിലെ സ്റ്റോക്കുകളൊക്കെ എടുക്കുമ്പോൾ വലിയ മുന്നേറ്റം അശോക് ലേലാൻഡ്, ഹീറോ മോട്ടോഴ്സ്, മാരുതി, TVS മോട്ടോഴ്സ് ഇത്തരം ഓഹരിയിലൊക്കെ ഒരു 7%ൻ്റെയൊക്കെ ഒരു നേട്ടം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഓക്കെ, ഞാൻ ടെക്നിക്കിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ നമ്മുടെ സുരജിയൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. GST റാഷണലൈസേഷൻ വരേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ടിവിയുടെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ സംബന്ധിച്ച് കിട്ടുന്നത് വളരെ ഫ്യൂച്ചർ ഓറിയന്റഡ് ലുക്കാണ്. അത് ഫോർവേഡ് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഫോർവേഡ് ഒപ്പീനിയൻസ് ആണ് വളരെയധികം മുന്നേ തന്നെ കിട്ടുന്നത്.
അപ്പൊ ഇതൊക്കെ അനുസരിച്ച് തന്നെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഈവൻ ഒരു SIP ആയിട്ടെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ ഡെസ്കിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കണം. കാരണം ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഇനി നമ്മുടെ ഓട്ടോ ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 25,200 എന്ന് പറയുന്നത് ഇപ്പൊ വന്നിരിക്കുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വളരെയധികം ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ മൂവ്മെന്റ്സ് വളരെയധികം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 27,000 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാനായിട്ട് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് 25,900 ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ബാർഗൻ ബൈ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് ആയിരിക്കും എല്ലാ സെക്ടേഴ്സിലും. ഞാൻ പറയുന്നത് കൺസപ്ഷൻ സെക്ടേഴ്സിലെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ബയാസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഉള്ളത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഓട്ടോ ആണ്. ഓട്ടോ കഴിഞ്ഞാൽ FMCG ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഓട്ടോയാണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ഗെയിൻ തരാനുള്ള സാധ്യതയുള്ളത്. സാറിന് ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് അശോക് ലൈലാൻഡാണ്. അശോക് ലൈലാൻഡിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 8% മുകളിലേക്ക് ഒരു നേട്ടമാണ് ഇപ്പോൾ സ്റ്റോക്ക് രേഖപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും പാദഫലം വന്നപ്പോൾ ലാഭത്തിലും വരുമാനത്തിലൊക്കെ ഒരു ഉയർച്ച രേഖപ്പെടുന്ന ഒരു പാദഫലമാണ് അശോക് ലൈലാൻഡ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. നമ്മളൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏപ്രിലിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 35% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് അശോക് ലൈലാൻഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശോക് ലൈലാൻഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ഇന്നത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ പോലും, ബട്ട് അല്ലാതെയും ഇതൊരു പോസിറ്റീവ് ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെൻഡിലേക്ക് കടക്കുന്ന ഒരു സെക്ടർ, ഒരു സ്റ്റോക്ക് വൈസിലായിരുന്നു. നമ്മൾ സ്റ്റോക്സ് വൈസ് നോക്കുകയാണെങ്കിൽ വോളിയത്തിൽ കഴിഞ്ഞ ആഴ്ചകളൊക്കെ തന്നെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് നല്ലൊരു റീഗെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ചു വരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഞാൻ വിചാരിക്കുന്നത് അത്രത്തോളം വലിയൊരു ഇമ്മീഡിയറ്റ് ഒരു വലിയ മൂവ്മെന്റ്സ് മുമ്പൊക്കെ വന്നതുപോലുള്ള ഒരു മൂവ്മെന്റ്സ് വരാൻ സാധ്യത കുറവാണ്. ബട്ട് 150 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് ഉള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും അത് റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യുമ്പോൾ ഇന്ന് വന്ന മൂവ്മെന്റ്സ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഒരു ജുഡീഷ്യലായിട്ട് വരാമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ റീ എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റബിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒന്നുകൂടെ വാച്ച് ചെയ്ത് നമ്മൾ റീ എൻട്രി ചെയ്യുകയായിരിക്കും നല്ലത്. പോസിറ്റീവാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പൾസ് ഇപ്പോൾ തന്നെ അതിൽ കാണാനുള്ള സാധ്യതയില്ല. സാറിന് നമുക്ക് നെസ്ലയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 6% ഒരു നേട്ടം നെസ്ലെ രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് 15% ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് നെസ്ലയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെസ്ലയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളും ഒപ്പം താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനും എന്താണ്? യെസ്, നെക്സ്റ്റ് ഡേയിൽ ഇപ്പോൾ വോളിയം വളരെ സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഒരു കൺസോളിഡേറ്റഡ് ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 10,500-നും 12,400 ഇടയിൽ, 1100-നും 1240-നും ഇടയിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് മിസ്മാച്ച് ആയി പോയതാണ്. അപ്പോൾ 1100-നും 1240-നും ഇടയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺസോളിഡേറ്റഡ് വ്യൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വോളിയത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വോളിയമാണ്. എനിക്ക് തോന്നുന്നു ഈ കൺസോളിഡേറ്റഡ് മൂവ് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ഉള്ള മൂവ്മെന്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇന്ന് ഒരു പോസിറ്റീവ് മൊമെന്റം റീഗെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇഗെയിൻ ഒരു 1240 എന്ന് പറയുന്നത് വളരെയധികം റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അവിടെ നിന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് ഫർദർ ഒരു നല്ലൊരു മൂവ്മെന്റ്സിന് നമുക്ക് സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ നിലയിൽ കോഷ്യസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. നമ്മൾ വാച്ചിങ് ലിസ്റ്റിലേക്ക് ഇട്ട് വയ്ക്കുക. തന്നെ ഒരു ഫർദർ മൂവ് 1240 മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്.